Hey guys, അപ്പോൾ 6 weeks for becoming a better person എന്ന സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ 6 ആഴ്ച കൊണ്ട് എങ്ങനെ നമുക്കൊരു ബെറ്റർ പേഴ്സൺ ആവാൻ പറ്റും, എൻറ്റയർലി ബെറ്റർ പേഴ്സൺ ആയാലും ഇപ്പോൾ ഉള്ളതിൽ നിന്ന് എന്തായാലും നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റും എന്നുള്ള ഒരു ട്രയലിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സീരീസാണിത്. സോ ഞാനൊരു ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഈ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റീഫൻ ആർ കോവയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ഇത് ഒരു ആഡോ അല്ലെങ്കിൽ സ്പോൺസേർഡ് വീഡിയോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഇത് എൻ്റെ വീട്ടിലെ ലൈക്ക് ഷെൽഫിലിരുന്ന് കണ്ടു, ജസ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ ലൈക്ക് വെരി ഗുഡ്. അപ്പോൾ അത് ജസ്റ്റ് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. സോ ഇത് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതിനെ ജസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രിക്സും ടിപ്സും എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെങ്കിൽ ഇതാണ് ബുക്ക്, ജസ്റ്റ് നെയിം നോട്ട് ചെയ്ത് വെച്ചോളൂ, അത് നിങ്ങൾക്ക് പോയി വാങ്ങിക്കാവുന്നേ വെച്ചോളൂ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീക്ക് 1 വർക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ വീക്ക് 1 ഇസ് അബൌട്ട് പ്രൊആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ പ്രൊആക്ടിവിറ്റി, വാട്ട് ഈസ് പ്രൊആക്ടിവിറ്റി? പ്രൊആക്ടിവിറ്റി അല്ലെങ്കിൽ ബീയിങ് പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ആവുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആ നിമിഷം തീരുമാനിക്കുന്നതിൽ പകരം ആ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കാം എന്ന് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നതിനാണ് പ്രൊആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ സിറ്റുവേഷൻ വരാണ്ടിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ തന്നെ കൊടുക്കേണ്ട ആവശ്യം വരാണ്ടിരിക്കാനും സാധ്യത. പക്ഷെ നമ്മുടെ ഒരു ലൈഫിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത് നേരത്തെ കൂടി പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ ആ ഒരു നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. കാരണം സിറ്റുവേഷനിൽ നിന്ന് ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഉണ്ടാവും. അതേസമയം നമുക്ക് കുറച്ച് നേരത്തെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്പേസിൽ ഫ്രീഡത്തിൽ പയ്യെ ഇരുന്ന് ആലോചിച്ച് നമുക്കൊരു ആപ്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ വരുമ്പോൾ ജസ്റ്റ് അത് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു കോസ് ഉണ്ട്. ഈ കോസാണ് ഒരു റിയാക്ഷനിലോട്ട് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ ചീത്ത പറയും, തെറി പറയുമ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്ന റിയാക്ഷനാണ് തിരിച്ച് തെറി പറയുന്നത്. അതായത് നമ്മൾ തിരിച്ച് തെറി പറയാൻ ഉണ്ടാക്കുന്ന ആ ഒരു കോസ് അല്ലെങ്കിൽ ആ സ്റ്റിമുലേഷൻ, അതാണ് കൂട്ടുകാരൻ നമ്മളെ വിളിച്ച തെറി. പക്ഷെ അതൊരു റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഒരാൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതേസമയം പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ കൂട്ടുകാരൻ വിളിച്ച തെറി, ഈ കൂട്ടുകാരൻ നമ്മൾ തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് തെറി വിളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അത് നമ്മുടെ ചോയ്സാണ്. ഈ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ചോയ്സ് എടുക്കും. തെറി വിളിക്കണോ വേണ്ടയോ, തെറി വിളിക്കേണ്ട സിറ്റുവേഷൻ ആണോ അല്ലയോ, തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലയോ. ഇപ്പോൾ നമ്മളെ ചീത്ത പറയുന്നത് നമ്മുടെ അച്ഛനാണെങ്കിൽ നമുക്ക് തിരിച്ച് ചീത്ത പറയാൻ പറ്റില്ല, ചീത്ത പറയാൻ പാടില്ല. ഒരു നല്ല മകൻ എന്ന രീതിയിൽ നമ്മളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഡിസിഷൻ, അതാണ് പ്രൊആക്റ്റീവായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾക്ക് കാർഡടച്ച് നമ്മളൊരാൾ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അതേപോലെ തിരിച്ച് പറയാനുള്ളത്, അത് മാൻലിനെസ് ആയിട്ട് ചിന്തിക്കുന്നതൊക്കെ അട്ടർ നോൺസെൻസ് ആണ്. എപ്പോഴും പ്രൊആക്റ്റീവായിട്ടുള്ള ഒരാൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെപ്പറ്റി നേരത്തെ ചിന്തിച്ച് കൂട്ടിയില്ലെങ്കിലും കൂടി നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സ്പേസ് അതെപ്പോഴും വേണം. നമ്മൾ ജസ്റ്റ് ഔട്ട് ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ് എടുക്കുന്ന ഡിസിഷൻസ് എപ്പോഴും ശരിയാവണമെന്നില്ല. സോ വാട്ട് എവർ ദ സിറ്റുവേഷൻ മേ ഹാപ്പൻ ടു യു, ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് തിങ്ക് ഫോർ ബിറ്റ് ആൻഡ് ടേക്ക് ദ ഡിസിഷൻ. അത് പ്രാക്ടിക്കലി എത്രത്തോളം ആപ്ലിക്കബിൾ ആവണം എന്ന് നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു പ്രഷറായിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല, അത് അപ്പോഴത്തെ ഡിസിഷനാണ്. ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ പ്രാക്ടീസ് പലതവണ ഫെയിൽ ആകുമ്പോൾ നമ്മൾ വീണ്ടും ശ്രമിച്ച് ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നേരെ ചിന്തിച്ചു പോകും. എത്ര വലിയ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിച്ചിട്ട് ഡിസിഷൻ എടുക്കുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ ശരിയാവുന്ന വെച്ചുള്ളൂ. സോ ബീങ് എ പ്രൊആക്റ്റീവ് പേഴ്സൺ ഇസ് ടു ഹാവ് ദ ഫ്രീഡം ടു ചൂസ് വെദർ ടു ഡു a thing or not when you have a situation in hand or when a stimulation or a cause affects you, so that your reaction can be much more of a mature. So the most important
part of being a proactive person is that you have to decide whether you have to act upon a situation or to be acted upon a situation. ഈ സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം ഒരു സിറ്റുവേഷൻ നമ്മളെ കൺട്രോൾ ചെയ്യണോ അതോ നമ്മൾ ആ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യണോ എന്ന് വേണം നമ്മൾ ആദ്യം തീരുമാനിക്കുക. ഇപ്പോൾ അതിൻ്റെ എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ട്. നമ്മൾ ഒരു ഹാർഡ്ഷിപ്പ് വന്നു, ആ ഹാർഡ്ഷിപ്പ് വന്ന് അത് നമുക്ക് അയ്യോ നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നു, അത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം എൻ്റെ കുറ്റമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സൾക്ക് ചെയ്ത് അവിടെ ഡിപ്രഷൻ അടിച്ചിരിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് അതിൽ നിന്ന് വാട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി എടുക്കുന്നവരാണ് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അത് നേരത്തെ പറഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് വളരെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്രേക്കപ്പ് പറ്റിയിട്ട് ആ ഒരു വിഷമത്തിൻ്റെ ഇടയിൽ ഒരു നാച്ചുറലായിട്ട് ഒരാളുടെ അടുത്ത് അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റത്തില്ല. അത് അട്ടർ നോൺസെൻസ് ആണ്. പക്ഷേ ഒരു സ്റ്റേജ് വരെ നമുക്ക് എപ്പോഴും വിഷമിക്കാനൊരു ഫ്രീഡം ഉണ്ട്. ലൈക്ക് ഒരു ലൈഫിലൊരു സിറ്റുവേഷൻ ഉണ്ടായി നമുക്ക് ഒരു കുറച്ച് നേരം വിഷമിക്കാൻ നമുക്കൊരു സ്പേസ് വേണം. കാരണം ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ലൈക്ക് സ്റ്റേബിളായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. ലൈക്ക് കരച്ചിൽ എപ്പോഴും നമുക്കൊരു റിലാക്സേഷൻ തരുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് കരഞ്ഞു കഴിയുമ്പോൾ പൊതുവെ എല്ലാവരും സമാധാനം കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരാൾ ആ ഒരു വിഷമത്തിൽ കൂടെ കടന്നുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എപ്പോഴും വിഷമത്തിൽ നിന്നാൽ നമ്മളെപ്പോഴും അവിടെ നിന്ന് പോകും. ഈ വർഷങ്ങളോളം കൊല്ലങ്ങളോളം നമ്മൾ അവിടെ തന്നെ നിൽക്കും. വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ഇപ്പൊ നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ വിഷമിച്ചുകൊണ്ടിരുന്നെന്ന് വെച്ചാൽ? നമുക്ക് ആരും ഒന്നും ചെയ്തു തരാൻ പോകില്ല. ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഈസ് നോട്ട് ഫെയർ, എവറിത്തിങ് ഈസ് അൺഫെയർ. അതങ്ങനെയാണ്, അതാണ് ഈ വേൾഡിന്റെ സെറ്റിംഗ്. സോ നമ്മൾ എത്രത്തോളം ആൾക്കാർ നമ്മുടെ മുകളിൽ ആക്ട് ചെയ്തിട്ട് ലൈക്ക് പീപ്പിൾ ആർ ആക്ടിങ് അപ്പോൺ അസ്, അത് നമുക്ക് എപ്പോഴും നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാൽ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് ആർ ഡിസിഷൻ ടു വെദർ ടു ആക്ട് ഓർ ടു ബി ആക്റ്റഡ് അപ്പോൺ. അത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ വൺസ് നമ്മൾ ആക്ട് ചെയ്ത് തീരുമാനം എടുത്താൽ അന്ന് നമ്മുടെ ലൈഫ് നമ്മുടെ കൺട്രോൾ ചെയ്യും. സോ നെക്സ്റ്റ് പാർട്ട് ഓഫ് ബീങ് എ പ്രൊആക്റ്റീവ് പേഴ്സൺ ഇസ് ദാറ്റ് ടു ഇംപ്രൂവ് യുവർ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. സോ ഞാൻ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു സർക്കിൾ ഓഫ് കൺസേൺ ഉണ്ടാവും. സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഒരു സർക്കിളിൻ്റെ അകത്താണെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റ്, എന്നെ പോലത്തെ ഒരു കോളേജ് സ്റ്റുഡൻറ്റിന് എൻ്റെ കോളേജ് ലൈഫിൽ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അസൈൻമെൻറ്റ് വയ്ക്കൽ, ഡ്യൂട്ടി ലീവ് സബ്മിറ്റ് ചെയ്യൽ, ലൈക്ക് കോളേജിൽ ഇവൻറ്റ്സ് നടത്തൽ, അതിനുള്ള പെർമിഷൻസ്, പ്രിൻസിപ്പളിൻ്റെ മീറ്റ് ചെയ്യൽ, അങ്ങനത്തെ കുറേ ഒരു സർക്കിൾ ഓഫ് കൺസേൺ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് വന്നത്. അതായത് ഈ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം അതിൽ, അല്ലെങ്കിൽ ഈ സർക്കിൾ ഓഫ് കൺസേണിൽ എത്രത്തോളം കാര്യങ്ങളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. സോ ഫോർ എ റിയാക്റ്റീവ് പേഴ്സൺ ഈ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് സർക്കിൾ ഓഫ് കൺസേണിനെക്കാളും വളരെ ചെറുതായിരിക്കും. അതായത് അവന് അല്ലെങ്കിൽ അവൾക്ക് അവളുടെ ലൈഫിൽ കൺസേൺഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും, ഒരു വാസ്റ്റ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. ഈ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യാന്നല്ല, ആ കാര്യങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിൽ എത്രത്തോളം അയാൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും അതാണ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് കോളേജിൽ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷെ അതേസമയം എനിക്ക് പ്രിൻസിപ്പളായിട്ടൊരു മീറ്റിംഗ് വെക്കണമെങ്കിൽ അത് നടക്കുന്നില്ല. അത് അപ്പോൾ അതിൻ്റെ കൺസേൺ ആണ്, പക്ഷെ എൻ്റെ ഇൻഫ്ലുവൻസിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഫോർ എ റിയാക്റ്റീവ് പേഴ്സൺ വുഡ് ബി മച്ച് സ്മോളർ ദാൻ എ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഫോർ എ പ്രൊആക്റ്റീവ് പേഴ്സൺ. പക്ഷേ അറ്റ് ദ സെയിം ടൈം what should we aim is that to increase our circle of influence in such a manner that the circle of concern is inside the circle of influence. അതായത് നമ്മുടെ സർക്കിൾ ഓഫ് കൺസേൺ, നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ആ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിന്റെ ഉള്ളിലായിരിക്കണം. അതായത് നമ്മുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ബന്ധവും അല്ലെങ്കിൽ നമുക്ക് കൺസേൺഡ് അല്ലാത്ത കാര്യങ്ങളിലോട്ടും ഗ്രോ ചെയ്യണം. അപ്പോൾ ലൈക്ക് അതൊരു പ്രൊആക്ടിവിറ്റി എന്നുള്ളതിൻ്റെ പീക്ക് ലെവലെത്തും. ലൈക്ക് നമുക്ക് നമ്മളോടനുബന്ധിച്ചുള്ള എന്ത് കാര്യവും
നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അനുബന്ധിക്കാത്ത കാര്യങ്ങളെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഞാൻ പറയുമ്പോൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, സർക്കിൾ ഓഫ് കൺസേൺ, തിയററ്റിക്കൽ ക്ലാസ് മനസ്സിലായി. ഇതിപ്പോൾ പ്രാക്ടിക്കലി നടക്കുന്ന കേസാണോ? ഇപ്പോൾ നീ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ആൾക്കാർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പലർക്കും ചിലപ്പോൾ ചില ഇൻട്രോവേർട്സ് ആയിരിക്കും, അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ സൾക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സൾക്ക് ചെയ്തുകൊണ്ടിരിക്കലുണ്ടാവുള്ളൂ. നമ്മൾ ഡെസിഷൻ എടുക്കണം. അല്ലേ, ഇഫ് ഐ വോണ്ട് ടു ചേഞ്ച് മൈ ലൈഫ്, ഐ ഹാവ് ടു ഗോ ത്രൂ ദിസ് പ്രോസസ്. അതിന് നോ ഷോർട്ട് കട്ട്സ്. ലൈഫ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ആ റോഡ് വളഞ്ഞ് അവിടെ എത്താൻ നോക്കിയാൽ മിക്കവാറും ഏതെങ്കിലും കുഴി പോകാനാണ് സാധ്യത. അത് അങ്ങനെയാണ്. സോ ഇഫ് യു വോണ്ട് ടു റീച്ച് സംവെയർ, വി ഹാവ് ടു ഗോ ത്രൂ ദിസ് സ്ട്രെയിറ്റ് വേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അല്ലോ, നമ്മൾ ചിന്തിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, ഹാവ്സ് ആൻഡ് ബീസ്. അതിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു അല്ലെങ്കിൽ എനിക്കൊരു BMW വാങ്ങാൻ പറ്റും. എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 10 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ, നോട്ട് പോയിന്റ്, ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് 10 crore rupees, I could have bought a car or house or something like that. പക്ഷെ ഇങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ ആർക്കും പറ്റും. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണതിന് പകരം ഇത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് ലൈഫ് തിരിഞ്ഞു വളരും. അതാണ് ഹാവ്സ് ആൻഡ് ബീസിന്റെ. ഇഫ് ഐ വോണ്ട് ടു ഹാവ് ദിസ്, വാട്ട് ഷുഡ് ഐ ബി, അല്ലെങ്കിൽ ഹൗ ഷുഡ് ഐ ബി. അതാണ്. ഇഫ് ഐ വോണ്ട് ടു ഹാവ് ദിസ് car, what should I be, അല്ലെങ്കിൽ whom should I be, what should I do. അതാണ് haves and be's ന്റെ മെയിൻ ആ ഒരു ത്രെഡ്. Once we plan our life like that, we are slowly reaching the peak of proactivity. അപ്പോൾ ഇത്ര നേരം ബീങ് പ്രൊആക്റ്റീവ്സ്, അത് പ്രൊആക്റ്റീവ്സ്, ഇത് ഇങ്ങനെ റിയാക്റ്റീവ് ആവാൻ പാടില്ല, ഓക്കെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്ര സംസാരിച്ചു. പക്ഷേ എല്ലാ കോയിനും അതിൻ്റേതായൊരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. അത് പ്രൊആക്ടിവിറ്റിക്കും ഉണ്ട്. എൻ്റെ മെയിൻ പോയിൻ്റാണ് ബീയിങ് അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ യുവർ ആക്ഷൻസ്. നമ്മൾ പ്രൊആക്റ്റീവായിട്ട് എന്ത് തീരുമാനം എടുത്താലും, അത് റിയാക്റ്റീവ് ആണെങ്കിലും പ്രൊആക്റ്റീവ് ആണെങ്കിലും സെയിം കേസ് തന്നെയായിരിക്കും. പക്ഷേ പ്രൊആക്റ്റീവ് നമ്മൾ നേരത്തെ പറയുന്നത് ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് റിയാക്റ്റീവിനെ കാട്ടും. അപ്പോൾ അതിനിത് എന്തായാലും ആ ഒരു ഡെപ്ത് കൂടും. സോ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മളെപ്പോഴും, നമുക്ക് എന്തായാലും നമ്മുടെ തലയിൽ എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരു സ്കൂളിലോട്ട് അയച്ചു, ആ സ്കൂൾ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് പ്രൊആക്റ്റീവായിട്ട് ചിന്തിച്ച് തന്നെ നല്ല സ്കൂളാണ് എന്ന് ഉറപ്പ് വരുത്തി അയക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ കൂടി ഒരു 5 കൊല്ലം കഴിഞ്ഞ് ആ സ്കൂളിലെ മാനേജ്മെന്റ് കറക്റ്റായിട്ട് ആ സ്കൂൾ അലമ്പായി, കുട്ടികൾക്ക് ടോർച്ചറിങ് ഒക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് അല്ലാണ്ടാവും? ഇല്ല, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളാണ് അവരെ സ്കൂളിൽ ചേർത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തൊരു ഡിസിഷൻ എടുത്താലും നമുക്ക് അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് വീക്കിലെ ടോപ്പിക്, ബീയിങ് പ്രൊആക്റ്റീവ്. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. ഞാൻ ഈ ബുക്കിൽ നിന്ന് പഠിച്ചതും പിന്നെ ഞാൻ ചിന്തിച്ചതുമായിട്ടുള്ള കുറച്ച് എൻ്റെതും ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ഓഫ് വ്യൂസ് മാത്രമാണ്. അപ്പോൾ ഞാൻ പറയണതിൽ പല തെറ്റും ഉണ്ടാവും, പല മണ്ടത്തരങ്ങളും ഉണ്ടാവും. ഞാനിപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ശരിയാണ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ നോക്കുക. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും തിരിച്ചു പറയാം. അപ്പോൾ അതനുസരിച്ച് എനിക്കും എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി ഇങ്ങനത്തെ കണ്ടന്റ് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.